ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ചെയ്യാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ടു ഇൻ്റർസെക്റ്റിംഗ് സർക്കിൾസ് ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. എന്താണ് പറയുന്നത്? പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ്. ഇവിടെ നമ്മൾ ലൈൻ ജോയിൻ ചെയ്ത് സെൻറ്റേഴ്സ് വരഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ലൈന്. ആ ലൈന് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇവിടെ കണ്ടില്ലേ പെർപെൻഡിക്കുലർ ലൈന്, ഈ പെർപെൻഡിക്കുലർ ലൈനിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇൻ്റർസെക്റ്റിംഗ് സർക്കിൾസ് ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. കൂട്ടിമുട്ടുന്നെടുക്കുന്ന താഴോട്ടേക്ക് വരയുന്ന ഈ ലൈന്, ഈ ലെങ്ത്തിനെ നമ്മുടെ ഈ നമ്മുടെ സെൻറ്റേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. ഈ ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ബൈസെക്ടറാണ്. അതായത് ഈ ലൈനെ പെർപെൻഡിക്കുലറായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അത് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പിക്ചർ വരഞ്ഞിട്ടുണ്ട്, അതിന് പേര് കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് AB എന്നാണ്. അതുപോലെ നമ്മുടെ പെർപെൻഡിക്കുലർ ലൈൻ സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അവിടെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് CD ആണ്. CD എന്ന് പറയുന്ന ലൈന് നമ്മളവിടെ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PC = PD എന്നാണ്. അതായത് AB എന്ന് പറയുന്ന ഈ ലൈന് CD എന്ന് പറയുന്ന ലൈനിനെ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കാം. ADC ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ BDC എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ADC എടുത്തു കഴിഞ്ഞാൽ AC AD ആർ ലെങ്ത് ഈക്വൽ ബിക്കോസ് ഇറ്റ് ഈസ് റേഡിയസ്. റേഡിയൈ എന്ന് നമ്മൾ പ്ലൂറലായിട്ട് റേഡിയൈ എന്ന് പറഞ്ഞാലും മതി. AC ആൻഡ് AD ആർ റേഡിയൈ. അപ്പം നമുക്കതുകൊണ്ട് എന്താണ്? ടു സൈഡ്സ് ആർ ഈക്വൽ, therefore it is an isosceles triangle. AC AD radius of circle, so ADC is an isosceles right triangle. Similarly, BDC also a right triangle. BC BD are radius of circle, so BDC is also isosceles triangle. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ ഐസോസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയ ട്രയാങ്കിൾ ACB ആൻഡ് ADC അത് നമ്മൾ നോക്കാം. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ചില ആംഗിൾസൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം അങ്ങനെ എടുക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കാം. പിന്നെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ആൻസേഴ്സൊക്കെ കിട്ടിക്കോളും. അപ്പോൾ അടുത്തത് ADB ആൻഡ് ACB എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം AB ഈസ് എ കോമൺ ലൈൻ. AB കോമൺ ലൈനാണ്. പിന്നെ നേരത്തെ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് AC ഈക്വലാണ്, അതുപോലെ ADയും ഈക്വലാണെന്ന്. അപ്പോൾ നമുക്കറിയാം സൈഡ്സ് ഈക്വലായാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇഫ് AC ഈസ് ഈക്വൽ, AC ആൻഡ് AD ഈക്വൽ, സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒരു ഡബിൾ ലൈൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ DAB, അതുപോലെ തന്നെ ആംഗിൾ CBA ഈക്വൽ ടു ആംഗിൾ DBA. അപ്പോൾ ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? AB എന്ന് പറയുന്നത് നമുക്കറിയാം അതിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ആംഗിളിന്, അതായത് ഈ ആംഗിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ആംഗിളിലെ ബൈസെക്റ്റ് AB ലൈൻ. സിമിലർലി ആംഗിൾ B ഈസ് ഓൾസോ ബൈസെക്റ്റ് AB ലൈൻ. ആംഗിൾ Aനെയും ആംഗിൾ Bനെയും ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനാണ് AB എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഉദ്ദേശം അതുമല്ല, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ ലൈന് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണാനാണ്. നെക്സ്റ്റ് വി കൺസിഡർ ദ ട്രയാങ്കിൾ. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഈ ട്രയാങ്കിൾ എടുക്കും, ഏതെങ്കിലും ഒരെണ്ണം. നമുക്കിത് നോക്കുന്ന ട്രയാങ്കിൾ എടുത്താൽ മതി. ഒന്നുകിൽ ഈ ട്രയാങ്കിളും അല്ലെങ്കിൽ ഇവിടുന്ന് ഇത് രണ്ടും, അത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കൺസിഡർ ദ ട്രയാങ്കിൾ. കൺസിഡർ ദ റൈറ്റ് ട്രയാങ്കിൾസ് APC ആൻഡ് APD. APC എന്ന് പറയുമ്പോൾ APC ആൻഡ് APD, അതായത് ഈ ചെറിയ ട്രയാങ്കിളും ഈ താഴോട്ടേക്കുള്ളതും. ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് ഭാഗത്തിൽ ഒരെണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം APC കോമൺ ലൈൻ. AP എന്ന് പറയുന്നത് എന്താണ്? കോമൺ ലൈനാണ്. അപ്പോൾ AP എന്ന് പറയുന്നത് നമുക്ക് AB കോമൺ ലൈനാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ ട്രയാങ്കിളിന് എടുക്കുമ്പോൾ നമുക്ക് AP വരെ വേണ്ടു. ഈ രണ്ട് ട്രയാങ്കിളിന് എടുക്കുമ്പോൾ നമുക്ക് AP വരെ ഉണ്ട്. AP is a common line. AC and AD. AC AD also equal because നമ്മൾ നേരത്തെ പറഞ്ഞ റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. is a common line. ഇനി നമുക്കറിയാം ആംഗിൾസ് ഇത് നമ്മൾ ബൈസെക്ടർ ചെയ്തിട്ടുണ്ട്. AB ബൈസെക്ടർ ആണ്, അതുകൊണ്ട് ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? റൈറ്റ് ട്രയാങ്കിൾ ആണ്. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ലൈനാണ്. പെർപെൻഡിക്കുലർ 90 ഡിഗ്രി കിട്ടും. 2 ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്താണ്? തേർഡ് ആംഗിൾ ഓൾസോ ഈക്വൽ. 2 angles equal, then third angle also equal. Therefore these triangles are equal triangle. അപ്പോൾ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ചെറിയ ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ PC = PD എന്ന് എഴുതി വെക്കാം.
Second question, the picture on the right shows two circles centered on the same point and a line intersecting them. Prove that the parts of the line between the circles on either sides are equal. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ ഇവിടെ ഒരു കോഡ് വരഞ്ഞിട്ടുണ്ട്. ഒരു സെയിം സെൻറ്ററുള്ള ടു സർക്കിൾസ് ആണ്, ഒരു ചെറുതും വലുതുമായിട്ടുള്ളത്. അപ്പോൾ ഒരു കോഡ് മാത്രമേ ഉള്ളൂ. കോഡിൻ്റെ ലെങ്ത്ത് നമുക്ക് അറിയില്ല, ഒന്നും തന്നിട്ടില്ല, കോഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി എന്ത് പറയുന്നുണ്ട്, നമുക്ക് ഈ ഗ്യാപ്പ് പ്രൂവ് ദാറ്റ് ദ പാർട്സ് ഓഫ് ദ ലൈൻ ബിറ്റ്വീൻ ദ സർക്കിൾസ്, അതായത് ഈ ഭാഗങ്ങൾ, ഈ പാർട്ട്, ഈ രണ്ട് സർക്കിളും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പറയണം. അതായത് ഈ പിക്ചറിലാണെങ്കിൽ എ സി എന്ന് പറയുന്നത് ബി ഡി എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പിക്ചർ ഒന്ന് ബുക്കിൽ വരയാം. ഓക്കെ, ഡ്രോ ദീസ് ഫിഗർ ലാർജ് ആൻഡ് small circles in your notebook. AB is a chord of large circle. AB is a chord of large circle and CD is a chord of small circle. Okay, we know that AB is a chord of large circle and OP is a perpendicular line bisect the center to the, നമുക്ക് എന്താ അറിയാം, there is a line from center to the chord, then chord bisect into equal parts. കോഡിന് എന്തായിരുന്നു, ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. OP is a perpendicular line, so CP equal to PD. നമ്മൾ ഈ സി ഡി എന്ന് പറയുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ ഒ പി ആണെങ്കിൽ സി പി ഈക്വൽ ടു പി ഡി. ഇനി നമ്മുടെ ലാർജ് സർക്കിളിൻ്റെത് എ ബി ആണ്, എ ബി ആണ് കോഡ്. സോ ഒ പി ഇസ് എ പെർപെൻഡിക്കുലർ ലൈൻ ടു കോഡ് എ ബി, സോ എ പി ഈക്വൽ ടു പി ബി. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ലാർജ് സർക്കിൾ, ദെൻ ഒ പി ഇസ് എ കോഡ് ഫ്രം സെൻറ്റർ ടു കോഡ് എ ബി സ്പ്ലിറ്റ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്, എ പി ഈക്വൽ ടു പി ബി. Similarly, CD is a code and OP is a perpendicular line to our code, CD. Then CD is split into two equal parts, CP equal to PD. Then we know that AC means this length equal to AP minus PC. AC equal to AP minus PC. അതായത് ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഈ പി സി വരെയുള്ള ലെങ്ത്ത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ചെറിയ പീസ് കിട്ടും അല്ലേ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എ പിൻ്റെ അകത്ത് നിന്ന് പി സി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ സ്മോൾ പീസ് കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എ സി ഈക്വൽ ടു എ പി മൈനസ് സി പി. നമുക്കറിയാം എ പി ഈ സെയിം ആസ് ബി പി, എ പി ഈ സെയിം ആസ് പി ബി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, പി ബി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ പി ഈക്വൽ ടു പി ബി, സോ എ പി ഇൻസ്റ്റെഡ് വി റൈറ്റ് PB minus CP equal to PD, so CP changes to PD. PB minus PD means PB is total length, PD is this one, therefore our answer is BD. PB ൻ്റെ അകത്ത് നിന്ന് PD subtract ചെയ്ത് നമുക്ക് DB ആണ് കിട്ടുക, so right answer BD. ഓക്കെ, നമുക്കപ്പോൾ എന്ത് കിട്ടി, AC ഈക്വൽ ടു DB എന്ന് കിട്ടി. DB നമുക്ക് AC-നെ C എന്നും പറയാം, അതുപോലെ BD-നെ DB എന്നും പറയാം. Third question, the figure shows two chords drawn on either side of a diameter. What is the length of the chord? നമുക്കിവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, സെയിം ഒരു കോഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, മറ്റേ കോഡിൻ്റെ ലെങ്ത്ത് എന്താണെന്ന് കണ്ടുപിടിക്കണം. OD is a perpendicular line from center to chord AB, then AD equal to half of AB. Half of AB means AB length is 3 cm, so 1.5 cm. Okay, we know that AO equal to AO. AO is equal, consider these two triangle ADO അല്ലെങ്കിൽ AOD and AOF. These two triangle consider, we know that 30 degree. Two angles are same. Also we know that this is a perpendicular line. AFO and ADO 90 degree. AFO ADO 90 degree. ചെറിയ പിക്ചർ ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുക. ADO 90 ഡിഗ്രി, AFO 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, അവിടെ 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമുക്ക് AOF AOD 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 3 ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ 3 ആംഗിൾസ് ഈക്വൽ ആണ്. AO കോമൺ ലൈനാണ്. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് AO കോമൺ ആണ്, 3 ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയാലും അതിനർത്ഥം എന്താണ്, അതിൻ്റെ സൈഡ്സ് ഓൾസോ ഈക്വൽ. അപ്പോൾ നമുക്കറിയാം AD equal to AF. AD sides are equal. If angles are equal, then opposite sides also equal. If sides are equal, then opposite angles equal. അങ്ങനെ ഒരു ഡെഫിനേഷൻ 8th സ്റ്റാൻഡേർഡിലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ AC ഈക്വൽ ടു 3 cm തന്നെ കിട്ടും. കാരണം
AD equal to AF. AD 1.5, so AF also 1.5, then AC equal to 3 centimeter. Question number 4. A chord and the diameter through one of its ends are drawn in a circle. A chord of the same inclination is drawn on the other side of the diameter. Prove that the chords are of same length. നമ്മുടെ എന്തുണ്ട്, ഡയമീറ്ററിൻ്റെ ഒരു സൈഡിലൂടെ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. അടുത്ത് എന്താ പറയുന്നത്, ഇതേ ഇൻക്ലിനേഷനായിട്ട്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ ആംഗിളിൽ തന്നെയാണ് അപ്പുറവും വേറൊരു കോഡ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾസ് ഈക്വൽ ആണെന്നാണ്. നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്രോഡ്സിന് സെയിം ലെങ്ത് ആണെന്ന് പറയരുത്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേ എന്തില്ല, ഇവിടെ മെഷർമെൻറ്റ് തന്നിട്ടില്ല. ആംഗിൾ നേരത്തെ 30 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ആംഗിളിന് മെഷർമെൻറ്റ് ഇല്ല, പക്ഷേ ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗിവൺ നമ്മുടെ ഫിഗർ നമുക്കറിയാം ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിവൺ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, OAM equal to OAN, these two angles are equal. പിന്നെ നമുക്കറിയുന്നൊരു കാര്യം എന്താണ്, AMO നമുക്കറിയാം, AMO ANO 90 ഡിഗ്രിയാണ്. ഇഫ് ടു ആംഗിൾസ് ആർ ഈക്വൽ, തേർഡ് ആംഗിൾ ഓൾസോ ഈക്വൽ. രണ്ട് ആംഗിൾ ഈക്വലായി മൂന്നാമത്തത് തീർച്ചയായിട്ടും ആംഗിൾ ഈക്വൽ ആയിരിക്കും. നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. ഇത് രണ്ടും തന്നിട്ടുണ്ട്, മെഷർമെൻ്റ് ഇല്ല, പക്ഷേ ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം, തേർഡ് ആംഗിൾ ഓൾസോ ഈക്വൽ എന്ന് പറയാം. അപ്പോൾ AON ഈക്വൽ ടു AOM. അപ്പോൾ ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാം. ഇനി ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഇഫ് ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ ആവാൻ വേണ്ടി ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, AO ഈക്വൽ ടു AO ഇത് കോമൺ സൈഡാണ്. ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് AO ഈക്വൽ ടു AO കോമൺ സൈഡാണ്. കോമൺ സൈഡ് ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ആംഗിൾ. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ ലൈനും ഇതിൻ്റെ എൻഡിൽ ഈ ആംഗിളും ഉണ്ട്, ഇവിടെയുണ്ട് ആംഗിൾ, അതുപോലെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ലൈനിൻ്റെ രണ്ടിരുഭാഗത്തും നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഈ ലൈനിൻ്റെ ഈ അറ്റത്തുള്ള ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, 90 ഡിഗ്രി എന്നുള്ള മെഷർമെൻറ്റ് നമുക്ക് വേണ്ട, അത് ഓരോ ഡെഫിനേഷന് പറ്റുന്നതിനനുസരിച്ചിട്ടാണ്. നമുക്കതറിയാം 90 ഡിഗ്രി ആണെന്ന്. പക്ഷേ ഈ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്താണ്, ഈ ലൈനും ഈ ലൈനിൻ്റെ എൻസിലുള്ള ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ദീസ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾ. Its ends angles are equal, so these triangles are equal triangle. Then we can write AN equal to AN. അതായത് അതിൻ്റെ ആ കോഡിൻ്റെ ഹാഫ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഹാഫ് ഈക്വൽ ആകുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ലെങ്ത്തും ഈക്വൽ തന്നെയായിരിക്കും.